ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കേരള സിലബസ് മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അർത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റൈറ്റ് ദ സിക്സ്ത് ടേം ഓഫ് അർത്തമെറ്റിക് സീക്വൻസ് 1, 25, 49, 73, 97 എക്സെട്ര. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് അർത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എണ്ണി നോക്കുമ്പോൾ 1, 2, 3, 4, 5 ടേമുകൾ തന്നിട്ടുണ്ട്. ആറാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തെ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ, മതി. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. അതായത് ഇവിടെ സെക്കൻഡ് ടേം 25 ആണ്, ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 25 മൈനസ് 1 ഈക്വൽ ടു 24. ഇനി ഫിഫ്ത്ത് ടേം 97 ആണെന്ന് നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സിക്സ്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 97ൻ്റെ കൂടെ നമ്മൾ 24 കൂട്ടുന്നു. 97 പ്ലസ് 24 ഈക്വൽ ടു 121. ഓക്കെ, അതാണ് സിക്സ്ത് ടേം. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ദ അർത്തമെറ്റിക് സീക്വൻസ് 97, 73, 49 എക്സെട്ര. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എ പി ഏതാണ്? 97, 73, 49. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. 73 മൈനസ് 97. അപ്പോൾ കോമൺ ഡിഫറൻസ് -24 ആണ്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് കണ്ടറിയാം, അതിങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ വാല്യൂ കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് നമ്പർ ആവും. പിന്നെ ഇതിലൊരു 2-3 ടേം മാക്സിമം പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. നമുക്ക് അടുത്ത ടേംസ് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, എന്തായാലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഒരു പോസിറ്റീവ് നമ്പർ ആവണം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആയിട്ട് വരുന്ന സംഖ്യകൾക്കാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന സംഖ്യകളാണ്. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ഈ 1, 4, 9, 16 ഈ സംഖ്യകളാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, പിന്നെ അടുത്ത് 25 വരും, അടുത്ത 36 വരും, പിന്നെ 49 വരും, എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് -24 എന്ന് കിട്ടും. നാലാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 49ൻ്റെ കൂടെ -24 കൂട്ടുക. 49 പ്ലസ് -24, 49 മൈനസ് 24 ഈക്വൽ ടു 25. ഇനി ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർത്ത് ടേം ആയിട്ടുള്ള 25ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. അപ്പോൾ 25 പ്ലസ് -24 ഈക്വൽ ടു 1. ഇനി അടുത്ത സിക്സ്ത് ടേം എന്തായിരിക്കും? സിക്സ്ത് ടേം ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സിക്സ്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ 1 പ്ലസ് -24, 1 മൈനസ് 24 -23 ആണ് വരിക. അപ്പോൾ നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സീക്വൻസ് നോക്കുമ്പോൾ 49 വന്നിട്ടുണ്ട്, 25 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് എടുത്ത് എഴുതിയിട്ടുള്ളത് 1, 25, 49. ഇനി ഇതിലുള്ള നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എത്ര ഉണ്ട്? 1, 25, 49 3 ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഈക്വൽ ടു 3. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് ഹൂസ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഈസ് 3n + 5. അല്ല, ബി ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം ഓഫ് എൻ അർത്തമെറ്റിക് സീക്വൻസ് ഈസ് 8 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് 5. റൈറ്റ് ഇറ്റ്സ് ഓൾജിബ്രൈക് ഫോം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ത് കണ്ടുപിടിക്കാനാണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ടിൽ ഗിവൺ xn ഈക്വൽ ടു 3n + 5. നമ്മൾ ഓൾജിബ്രൈക് എക്സ്പ്രഷനെ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക xn ആണ്. അപ്പോൾ xn ആണ് തന്നിട്ടുള്ളത്. xn ഈക്വൽ ടു 3n + 5. അപ്പോൾ ഈ n-ന് ഓരോരോ നമ്പറുകൾ കൊടുക്കുമ്പോൾ n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും, n-ന് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേം, n-ന് 3 കൊടുക്കുമ്പോൾ തേർഡ് ടേം, n-ന് 10 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 10 ടേം കിട്ടും. n-ന് ഓരോരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ ടേംസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേം n-ന് 1 വാല്യൂ കൊടുക്കുമ്പോൾ xn x1 ആവും ഈക്വൽ ടു 3 ഇൻറ്റു n-ൻ്റെ പ്ലേസിൽ വീണ്ടും 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. 3 × 1 + 5. 3 × 1 3, 3 + 5 8. അപ്പോൾ x1 8 ആണ് കിട്ടും. സെക്കൻഡ് ടൈം ഇതുപോലെ n-ൻ്റെ പ്ലേസിൽ 2 വാല്യൂ കൊടുക്കുക. x2 ഈക്വൽ ടു 3 × 2 + 5 ഈക്വൽ ടു 11. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം കണ്ടുപിടിച്ചത് എന്തിനാണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ടേം അറിയണം, ഫസ്റ്റ് ടേം അറിയണം. സോ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, x2 മൈനസ് x1 ഈക്വൽ ടു 11 - 8 ഈക്വൽ ടു 3. x2 11 ആണ്, x1 8 ആണ്. അപ്പോൾ 11 - 8 ഈക്വൽ ടു 3. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം ഓഫ് ആൻ അർത്തമെറ്റിക് സീക്വൻസ് ഈസ് 8 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് 5. റൈറ്റ് ഇറ്റ്സ് ഓൾജിബ്രൈക് ഫോം. നമുക്ക് ഒരു അർത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമിന് ഞാൻ f ഈക്വൽ ടു 8, ഫസ്റ്റ് ടേമിന് f എന്നാണ് ഞാൻ എടുത്തത്. f ഈക്വൽ ടു 8 തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 5 ആണ്, d ഈക്വൽ ടു 5. ഇനി അതിൻ്റെ ഓൾജിബ്രൈക് ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. xn ഈക്വൽ ടു nd + f - d.
എക്സ് എൻ ഈക്വൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ഡിയുടെയും എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ജനറൽ ഫോം എന്നും കൂടെ പറയും നമ്മൾ. ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാലും ജനറൽ ഫോം എഫ് എൻ അർത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡിയിൽ ഡിയുടെ വാല്യൂ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എൻ ഇൻറ്റു 5 പ്ലസ് എഫ് മൈനസ് ഡി 8 മൈനസ് 5. n into 5 is 5n, 8 minus 5 3. അപ്പോൾ ഓൾജിബ്രായിക് ഫോം xn ഈക്വൽ ടു 5n പ്ലസ് 3 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഓൾജിബ്രായിക് ഫോം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് എക്സ് മൈനസ് 1, എക്സ് പ്ലസ് 1? ഒരു അർത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇഫ് എക്സ് മൈനസ് 1 ഈസ് എൻ ഈവൻ നമ്പർ, എക്സ് മൈനസ് 1 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ? അടുത്ത ഈവൻ നമ്പർ ഏതാണ്? സി, prove that the product of two consecutive even numbers added to 1 gives a perfect square. രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്രൊഡക്റ്റ്, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് കിട്ടുന്നതെന്ന് തെളിയിക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ തന്നിട്ടുള്ള എ പിയുടെ എക്സ് മൈനസ് 1, എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞ എ പിയുടെ കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കാം, അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറച്ചാലും മതി. ഞാനിവിടെ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറയ്ക്കുകയാണ്. അപ്പോൾ ഡി ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് തേർഡ് ടേം, എക്സ് പ്ലസ് 1 മൈനസ് സെക്കൻഡ് ടേം എക്സ് ആണ് മൈനസ് എക്സ്. അപ്പോൾ എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ഈക്വൽ ടു 1. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എക്സ് മൈനസ് 1 ഈസ് എൻ ഈവൻ നമ്പർ, എക്സ് മൈനസ് 1 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ? അടുത്ത ഈവൻ നമ്പർ ഏതാണ്? അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഈവൻ നമ്പേഴ്സ് ഏതാണെന്ന് നമുക്കറിയാം. 2, 4, 6, 8, 2, 4, 6, 8 ഇതൊക്കെയാണ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ 2 എന്ന് പറഞ്ഞൊരു ഈവൻ നമ്പറിൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത ഈവൻ നമ്പർ കിട്ടുന്നത്, അല്ലേ? നെക്സ്റ്റ് ഈവൻ നമ്പർ, കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ കിട്ടുന്നത്, തൊട്ടടുത്ത ഈവൻ നമ്പർ കിട്ടുന്നത്. അപ്പോൾ 2 + 2. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞൊരു ഈവൻ നമ്പർ ഉണ്ട്, അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് നമുക്ക് അടുത്തായിട്ട് വരുന്ന ഈവൻ നമ്പർ കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഈവൻ നമ്പർ ഈക്വൽ ടു എക്സ് മൈനസ് 1 + 2. -1 + 2 എന്ന് പറഞ്ഞാൽ 1, അതായത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ച് വലിയ നമ്പറിൻ്റെ സൈൻ ഇടുക. 2 - 1 1 ആണ്, 2ൻ്റെ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് +1. എക്സ് മൈനസ് 1 + 2 ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് മൈനസ് 1 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഈവൻ നമ്പർ എക്സ് പ്ലസ് 1 ആണ്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അതായത് അതിൽ തന്നെ സി പാർട്ടാണ്. പ്രൂവ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡഡ് ടു 1 ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് കിട്ടുന്നതെന്ന് തെളിയിക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഏതാണ്? എക്സ് മൈനസ് 1ഉം എക്സ് പ്ലസ് 1ഉം. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എക്സ് മൈനസ് 1 × എക്സ് പ്ലസ് 1. ഇനി ഇതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡഡ് ടു 1, ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ നമ്മൾ 1 കൂട്ടി, എക്സ് മൈനസ് 1 × എക്സ് പ്ലസ് 1 + 1. ഓക്കെ, ഇനി എക്സ് മൈനസ് 1 × എക്സ് പ്ലസ് 1 അത് a + b × a - b ഫോമിലാണ്. ഇവിടെ a - b × a + b, a + b × a - b ഈക്വൽ ടു a² - b². എയുടെ പ്ലേസിൽ എക്സ്, ബിയുടെ പ്ലേസിൽ 1. അപ്പോൾ x² - 1² എന്ന് വരും. പിന്നെ ആ +1 നേരത്തുള്ളത് +1. ഇനി 1² 1 ആണ്. x² നമ്മൾ താഴോട്ട് ഇറക്കി എഴുതി. x² - 1² ഈക്വൽ ടു 1. x² - 1 + 1 എന്ന് പറയും. വിച്ച് ഈസ് ഈക്വൽ ടു -1 + 1 0 ആണ്. അപ്പോൾ x² - 1 + 1 ഈക്വൽ ടു x². ഈ x² എന്ന് പറഞ്ഞാൽ എന്താണ്? x² എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എക്സിൻ്റെ സ്ക്വയർ ആണ് x². അപ്പോൾ x² ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡഡ് ടു 1 ഗിവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡഡ് ടു 1 നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നു, x². സോ പ്രൂവ്ഡ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ 4 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് 1, 3, 5, 7 എക്സെട്ര. അല്ല ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് 1, 3, 5, 7 എക്സെട്ര. തേർഡ് സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് 1/n, 3/n, 5/n, 7/n എക്സെട്ര. ഓക്കെ, ഇനി അതിൽ 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 2020 terms of the arithmetic sequence 1/2020, 3/2020, 5/2020, 7/2020. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റൻ ആയിട്ട് സോൾവ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റൻ ആയിരുന്നു, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് 1, 3, 5, 7. സം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരമാണ്.
അപ്പോൾ ഇതിൻ്റെ ഈ സീക്വൻസ് 1 3 5 7 ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസാണ് നമുക്ക് കണ്ടാൽ അറിയാം. അതിൻ്റെ ഫസ്റ്റ് ടേം 1 ആണ് അല്ലേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക നമ്മൾ? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. അപ്പോൾ d ഈക്വൽ ടു 3 - 1 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഇവിടെ ഞാൻ ഫസ്റ്റ് ടേമിനെ a എന്നാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് മുമ്പ് ഫസ്റ്റ് ടേമിനെ f എന്നാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ടേമിനെ ഞാൻ a എന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ടേം a ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടേം a ഈക്വൽ ടു 1, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 3 - 1 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഇനി 4 ടേം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അഞ്ചാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നാലാമത്തെ ടേമിൻ്റെ കൂടെ 2 കൂട്ടിയാൽ പോരെ. അപ്പോൾ ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 7 + 2. 2 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. 7 + 2 ഈക്വൽ ടു 9. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്തിട്ട് സമ്മ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ചെറിയ നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ 5 നമ്പേഴ്സ് അങ്ങോട്ട് കൂട്ടാം. 1 + 3 + 5 + 7 + 9. ഓക്കെ, അത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 25 ആണ് കിട്ടുന്നത് അല്ലേ. 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഞാൻ അടുത്ത പറഞ്ഞത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 5ൻ്റെ സ്ക്വയർ ആണ് 25. ഇനി ആദ്യത്തെ 3 നമ്പർ കൂട്ടി നോക്കിയേ. 1 + 3 + 5, 5 + 3 8, 8 + 1 9. 9 എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതായത് 3യുടെ സ്ക്വയർ. ഇനി ആദ്യത്തെ 2 നമ്പർ കൂട്ടി നോക്കിയേ. 1 + 3 4, 4 എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 2ൻ്റെ സ്ക്വയർ ആണ്. അതായത് ഓഡ് നമ്പേഴ്സ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് പെർഫെക്റ്റ് സ്ക്വയർസ് ആണ്. ആദ്യത്തെ 2 ഓഡ് നമ്പർ കൂട്ടുമ്പോൾ 2ൻ്റെ സ്ക്വയർ, ആദ്യത്തെ 3 ഓഡ് നമ്പർ കൂട്ടുമ്പോൾ 3ൻ്റെ സ്ക്വയർ, 4 ഓഡ് നമ്പർ കൂട്ടുമ്പോൾ 4ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി വരുന്ന ചോദ്യങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അല്ല ബി ക്വസ്റ്റ്യൻ. What is sum of the first n terms of the arithmetic sequence 1, 3, 5, 7 etc. up to n? ഈ 1 3 5 7 etc. n എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ n ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സമ്മിൻ്റെ ജനറൽ ഫോം ആണ്. സമ്മിൻ്റെ ജനറൽ ഫോം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക SN എന്നാണ്. നമ്മൾ എയുടെ ജനറൽ ഫോം എങ്ങനെ എഴുതാമെന്ന് നേരത്തെ പഠിച്ചു. ഇപ്പോൾ നമ്മൾ സമ്മിൻ്റെ ജനറൽ ഫോം ആണ് പറയാൻ പോകുന്നത്. സമ്മ് ഓഫ് ഫസ്റ്റ് n ടേംസിന് നമ്മൾ SN ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. SN ഈക്വൽ ടു PN² + QN. n നമ്പർ ഓഫ് ടേംസ് ആണ്. എന്താണ് Pയും Qയും? P ഈക്വൽ ടു D/2. D എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. Pയും Qയും ഈ SNൻ്റെ ഇക്വേഷനും Pയും Qയും എന്താ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. സമ്മിൻ്റെ ജനറൽ ഫോം എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ P ഈക്വൽ ടു D/2 ആണ്. D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് Pയുടെ വാല്യൂ കണ്ടുപിടിക്കാം. D/2 ഈക്വൽ ടു Dയുടെ വാല്യൂ 2 ആണ്. 2/2 ഈക്വൽ ടു 1. ഇനി Q എന്താണ്? 2a - D/2. 2a - D/2. എയുടെ വാല്യൂ 1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 1 - 2. 2 × 1 2 ആണ്. അപ്പോൾ 2 - 2/2 0/2. 0/2 ഈക്വൽ ടു 0. അപ്പോൾ Pയുടെ വാല്യൂ 1, Qയുടെ വാല്യൂ 0. ഇനി ആ Pയുടെ വാല്യൂം Qയുടെ വാല്യൂം SNൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മിൻ്റെ ജനറൽ ഫോം കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് 1 3 5 7 etc. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ SN ഈക്വൽ ടു PN² + QN ആയിരുന്നല്ലോ. ആ Pയുടെ അവിടെ 1 വാല്യൂ കൊടുക്കുക. 1n² + Qയുടെ അവിടെ 0 വാല്യൂ കൊടുക്കുമ്പോൾ 0 എന്ന് വരും. 0 × any number is 0. 1n² ഈക്വൽ ടു n². സോ SN ഈക്വൽ ടു n². ഇനി അതിലെ C ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് 1/n, 3/n, 5/n, 7/n etc. അപ്പോൾ ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഇതൊക്കെ കൂട്ടി എന്താ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ഫസ്റ്റ് n ടേംസ്, അത് n ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അത് സമ്മിൻ്റെ ജനറൽ ഫോം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സംഭവം തന്നെ. അപ്പോൾ 1/n + 3/n + 5/n + 7/n etc. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഈ ടേംസ് എല്ലാം നോക്കുക. 1 × 1/n ആണ് 1/n. 1/n × 3 ആണ് 3/n. 1/n × 5 ആണ് 5/n. 1/n × 7 ആണ് 7/n. അപ്പോൾ ഇതിലെല്ലാം 1/n കോമൺ ആണ്. അപ്പോൾ 1/n കോമൺ ആയതുകൊണ്ട് അതിനെ ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ 1/n ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1/n × 1 + 3 + 5 + 7 + etc. up to n. അതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ 1 + 3 + 5 + 7 etc. up to n എന്താ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അത് n² ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ 1/n × n² എന്ന് വരും. ഇതിൽ n-ലും n²ലും n കോമൺ ആണ്. അപ്പോൾ n രണ്ടിടത്തുനിന്നും വെട്ടിക്കളയുമ്പോൾ നമുക്ക് 1/n × n² ഈക്വൽ ടു n എന്ന് കിട്ടും. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് 1/n, 3/n, 5/n, 7/n ഈക്വൽ ടു n. ഇനി ഇതിൽ ഡി പാർട്ട് നോക്കാം. ഇതിൽ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 2020 ടേംസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് 1/2020, 3/2020, 5/2020, 7/2020. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ
തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 1/n + 3/n + 5/n + 7/n = n. ഇവിടെ ന്യൂമറേറ്റേഴ്സ് അതുപോലെ ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ കിട്ടിയതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ് വരുന്നത്? 2020. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 1/2020 + 3/2020 + 5/2020 + 7/2020 = 2020 തന്നെയാണ് വരേണ്ടത് അല്ലേ? 1/n + 3/n + 5/n + 7/n എന്താണ്? n ആണ്. അപ്പോൾ 1/2020 + 3/2020 + 5/2020 + 7/2020 = 2020 തന്നെയാണ് വരിക. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതും ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The sum of first 4 terms of an arithmetic sequence is 72. Sum of first 9 terms is also 72. അതായത് ഒരു അർത്ഥമെറ്റിക് സീക്വൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 4 ടേമുകളുടെ സമ്മ് 72 ആണ്. ആദ്യത്തെ 9 ടേമുകളുടെ സമ്മും 72 തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 5th ടേംസ് ഓഫ് ദ സീക്വൻസ്? അപ്പോൾ ആ സീക്വൻസിലെ 5ാമത്തെ ടേം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ്. ആ സീക്വൻസ് എന്താണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ ഇതിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? 5ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സം ഓഫ് ടേംസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. അപ്പോൾ നമ്മളോട് ഒരു സീക്വൻസിലെ 5 ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സം ഓഫ് 5 ടേംസ് ഈക്വൽ ടു, ആകെ എത്ര ടേം ഉണ്ട്? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ 5 ആണ്. 5 ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. 5 ഇൻറ്റു 5 ടേം എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം, നടുവിൽ എടുക്കുന്ന ടേമാണ്. ടേം ഏതാ വരിക? തേർഡ് ടേം ആണ് വരിക. 1 2 3 4 5 അതിൽ തേർഡ് ടേം ആണ് മിഡിൽ കിടക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു തേർഡ് ടേം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ സം ഓഫ് 9 ടേംസ് 72 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 72 ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ്, 9 ടേംസിൻ്റെ സമ്മാണ് 92. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് 9 ആണ്. 9 ഇൻറ്റു 9 ടേംസിൻ്റെ മിഡിലിൽ കിടക്കുന്ന 9 ടേംസ് ഉണ്ട്, അതിൻ്റെ മിഡിലിൽ കിടക്കുന്ന ടേം ഏതാണ്? 5ാമത്തെ ടേമാണ്. അപ്പോൾ 72 ഈക്വൽ ടു 9 ഇൻറ്റു 5th ടേം എന്ന് വരും. അപ്പോൾ 5th ടേം നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 5th ടേം ഈക്വൽ ടു 72/9 എന്ന് വരും. 9 ഇൻറ്റു 5th ടേം ആയിരുന്നു. ആ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 5th ടേം ഈക്വൽ ടു 72/9 ഈക്വൽ ടു 8. ഓക്കെ, ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇനി അതിൻ്റെ ബി പാർട്ട്, ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 72 ആണെന്ന്. അപ്പോൾ 5ാമത്തെ ടേം നമുക്ക് എത്രയാണെന്ന് കിട്ടി? തൊട്ട് മുമ്പ് 8 ആണെന്ന് കിട്ടി. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് പ്ലസ് 5th ടേം. അപ്പോൾ 72 + 8, 72 + 8 ഈസ് ഈക്വൽ ടു 80. നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സീക്വൻസ് എഴുതാനാണ്. നമുക്ക് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 80 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു സം ഓഫ് ടേംസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ, അപ്പോൾ ഇവിടെ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേം 5 ആണ്. 5 ഇൻറ്റു 5 ടേം ഉള്ളെങ്കിൽ മിഡിൽ ടേം തേർഡ് ടേം ആണ്. 5 ഇൻറ്റു തേർഡ് ടേം. അപ്പോൾ അതേ ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സം ഓഫ് 5 ടേംസ് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 80 എന്ന് കിട്ടിയിട്ടുണ്ട്. 80 ഈക്വൽ ടു 5 ഇൻറ്റു തേർഡ് ടേം. നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ തേർഡ് ടേം ഈക്വൽ ടു 80/5 ഈക്വൽ ടു 60 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് ടേം കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണിത്. നമുക്ക് 2 ടേമുകളാണ് തന്നിട്ടുള്ളത് വെച്ചെങ്കിൽ, ഒരു അർത്ഥമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേമുകളാണ് തന്നിട്ടുള്ളത് വെച്ചെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 5ാമത്തെ ടേം 8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 3ാമത്തെ ടേം 16 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടേം ഡിഫറൻസ് 8 - 16. പൊസിഷൻ ഡിഫറൻസ് 5ാമത്തെ ടേം 3ാമത്തെ ടേം. അപ്പോൾ 5 - 3, 8 - 16 -8, 5 - 3 2. അപ്പോൾ -8/2 ഈക്വൽ ടു -4. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാലേ നമുക്ക് സീക്വൻസിൽ ഓരോരോ നമ്പറുകൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, 5th ടേം നമുക്ക് ഓൾറെഡി അറിയാം, വേറൊരു ടേമും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് ടേം നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മൾ നേരത്തെ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈക്വൽ ടു
5 ഇൻറ്റു തേർഡ് ടേം. അത് വെച്ചിട്ട് നമ്മൾ തേർഡ് ടേം കണ്ടുപിടിച്ചിട്ടുള്ളത് നമുക്ക് 2 ടേംസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 ടേംസ് കിട്ടിയാലേ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പെർസെൻറ്റ് ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് -4 കിട്ടിയിട്ടുണ്ട്. ഇനി തേർഡ് ടേം അറിയാം. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേർഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക അല്ലേ. തേർഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടി കഴിഞ്ഞാൽ തേർഡ് ടേം കിട്ടും. ബട്ട് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 16 മൈനസ് കോമൺ ഡിഫറൻസ് -4 16 മൈനസ് -4 16 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 20. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. 20 മൈനസ് -4. അപ്പോൾ 20 മൈനസ് -4 ഈസ് 20 പ്ലസ് 4. 20 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 24. ഓക്കെ. ഇനി ഫസ്റ്റ് ടേമും കിട്ടി, സെക്കൻഡ് ടേമും കിട്ടി, തേർഡ് ടേമും കിട്ടി. ഇനി ഫോർത്ത് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? തേർഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. തേർഡ് ടേം 16 ആണ്. അപ്പോൾ 16 പ്ലസ് -4 16 പ്ലസ് -4 ഈസ് ഈക്വൽ ടു 16 മൈനസ് 4 16 മൈനസ് 4 ഈസ് ഈക്വൽ ടു 12. അപ്പോൾ സീക്വൻസ് കിട്ടി. സീക്വൻസ് ഫസ്റ്റ് ടേം 24 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ടേം 20, തേർഡ് ടേം 16, ഫോർത്ത് ടേം 12, ഫിഫ്ത്ത് ടേം 8. അപ്പോൾ ഇതാണ് റിക്വയർഡ് സീക്വൻസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു പാസേജ് പോലെ തന്നിട്ടുണ്ടാവും. ആ പാസേജിൽ നിന്ന് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് വായിച്ച പാസേജ് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതാനുള്ളതാണ്. അത് നമുക്ക് ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ്, അണ്ടർസ്റ്റാൻഡ് ദ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ഇൻ ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ. ആ പാസേജ് വായിക്കുക, എന്നിട്ട് ആ പാസേജിലുള്ള മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അപ്പോൾ നമുക്ക് ആ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് 15, 14, 13, 12 ഈസ് 14 മൈനസ് 15 ഈക്വൽ ടു -1. അതെ, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാലാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുക. അപ്പോൾ 15, 14, 13, 12 എന്ന് പറഞ്ഞ ഒരു അർത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് -1 ആണ്. ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് ഈസ് 15 ആൻഡ് ആദ്യത്തെ ടേം 15 ആണ്. ആൻഡ് ദ 15th ടേം ഈസ് 15 പ്ലസ് 14 ഇൻറ്റു -1, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഓക്കെ. തേർഡ് ടേം a പ്ലസ് 2d ആണ്. ഫസ്റ്റ് ടേം പ്ലസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ് തേർഡ് ടേം. ഇനി ഫിഫ്ത്ത് ടേം ഫസ്റ്റ് ടേം പ്ലസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ അതുപോലെ 15th ടേം ഫസ്റ്റ് ടേം പ്ലസ് 14 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. 15 പ്ലസ് 14 ഇൻറ്റു -1 15 മൈനസ് 14 ഈക്വൽ ടു 1. ഇനി സിമിലർലി അതുപോലെ തന്നെ ഫോർത്ത് ടേം 12 ആണ്, 12th ടേം 4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് -1 ആണെങ്കിൽ എന്താണ് സംഭവം? 15ാമത്തെ ടേം 1 ആണ്, 1ാമത്തെ ടേം 15 ആണ്, 4ാമത്തെ ടേം 12 ആണ്, 12ാമത്തെ ടേം 4 ആണ്. ഓക്കെ. ഇനി 16th ടേം ഈസ് x16 ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ പോകുന്ന അർത്തമെറ്റിക് സീക്വൻസിൻ്റെ ഇപ്പോൾ ഈ പോയ 15, 14, 13, 12 അർത്തമെറ്റിക് സീക്വൻസിൻ്റെ 16ാമത്തെ ടേം 0 ആണ്. സോ ദ സം ഓഫ് ഫസ്റ്റ് 31 ടേംസ് ഈസ് ഓൾസോ 0. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ്? സം ഓഫ് ടേംസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ. അപ്പോൾ 31 ടേം ആണെങ്കിൽ നമ്മൾ 31 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ സം ഓഫ് ടേംസ് ഈക്വൽ ടു 31 ഇൻറ്റു മിഡിൽ ടേം. 31 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുകയാണെങ്കിൽ മിഡിൽ ടേം 16ാമത്തെ ടേം ആയിരിക്കും. 16ാമത്തെ ടേം 0 ആണെങ്കിൽ സം എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിന് ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ഇഫ് ദ nth ടേം ഓഫ് എൻ അർത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് -1 ഈസ് m. കോമൺ ഡിഫറൻസ് -1 ആയിട്ടുള്ള ഒരു അർത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം m ആണെങ്കിൽ അതിൻ്റെ mth ടേം n ആയിരിക്കും. അതിൻ്റെ mth ടേം n ആയിരിക്കും അല്ലേ? ഇപ്പോൾ 4ാമത്തെ ടേം 12 ആണെങ്കിൽ 12ാമത്തെ ടേം 4 ആണ്. ഇനി ആൻഡ് m പ്ലസ് nth ടേം ഈസ് 0. 12 പ്ലസ് 4 16ാമത്തെ ടേം എന്താണ്? 0 ആണ്. അപ്പോൾ ഇതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്ന കൺസെപ്റ്റ്. ഇനി നമുക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം, 7th ടേം ഓഫ് ആൻ അർത്തമെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് ദ 10th ടേം ഈസ് 7. സോ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? 7th ടേം 10 ആണ്, 10th ടേം 7 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താ വരിക? -1. നമ്മൾ നേരത്തെ ചെയ്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അപ്പോൾ ഒന്ന് മനസ്സിലാവും. ഇനി വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ്? 21, 20, 9 എക്സെട്ര. ഇനി 21st ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഫസ്റ്റ് ടേം 21 ആണെങ്കിൽ 21st ടേം എന്തായിരിക്കും? 1 ആയിരിക്കും. ഒന്നാമത്തെ ടേം 21 ആണെങ്കിൽ 21st ടേം 1 ആയിരിക്കും അല്ലേ? ഇനി അപ്പോൾ ആ ചോദ്യം കഴിഞ്ഞു. ഫസ്റ്റ് ടേം 21st ടേമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടേം 21 ആണെങ്കിൽ 21st ടേം 1 ആണ്. ഓക്കെ. ഇനി ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അർത്തമെറ്റിക് സീക്വൻസ് ഈസ് 17 ആൻഡ് ദ 17th ടേം ഈസ് 5. അഞ്ചാമത്തെ ടേം 17ഉം 17ാമത്തെ ടേം 5ഉം ആണ്. വിച്ച് ടേം ഓഫ് ദിസ് സീക്വൻസ് ഈസ് 0? ഏത് ടേമാണ് 0 ആവുക? 17 + 5. 17 + 5 = 22. 22ാമത്തെ ടേമാണ് 0. ഇനി ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അർത്തമെറ്റിക് സീക്വൻസ് ഈസ് 17 ആൻഡ് 17th ടേം ഈസ് 5. വാട്ട് ഈസ് ദ 44th ടേം? ഇനി ഇതിൻ്റെ 17 + 5 22. 22ാമത്തെ ടേം 0 ആണെന്ന് നമുക്കറിയാം. ഈ 22ാമത്തെ ടേമിൻ്റെ കൂടെ 22 തവണ -1 കൂട്ടുമ്പോഴാണ് നമുക്ക് 44th ടേം കിട്ടുന്നത് അല്ലേ? അതായത് -1 + -1 + -1 + -1. അപ്പോൾ -22 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ. 44th ടേം എന്തായിരിക്കും? -22. ഇനി ഫസ്റ്റ് ടേം ഓഫ് ആൻ അർത്തമെറ്റിക് സീക്വൻസ് ഈസ് n ആൻഡ് nth ടേം ഈസ് 1. വാട്ട് ഈസ് ദ n + 1th ടേം? ഓക്കെ. ഇത് നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് ടേം n ആണ്, nth ടേം 1 ആണ്. അപ്പോൾ n + 1th ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. സിമിലർ കൺസെപ്റ്റ്, നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് 4th ടേം 12 ആണെങ്കിൽ 12th ടേം 4 ആയിരിക്കും. 12 + 4th ടേം 0 ആയിരിക്കും. 16th ടേം 0. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം n ആണ്, nth ടേം 1 ആണ്. അങ്ങനെയാണെങ്കിൽ n + 1th ടേം എന്തായിരിക്കും? n + 1th ടേം 0 ആയിരിക്കും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ഓഫ് ആൻ അർത്തമെറ്റിക് സീക്വൻസ് ഈസ് n ആൻഡ് nth ടേം ഈസ് 1. സം ഓഫ് ഹൗ മെനി ടേംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ് ഈസ് 0. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഓക്കെ. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഉത്തരങ്ങൾ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.